മഴ തോരും മുംബൈയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കുഞ്ഞുമോൾ പോയി കഴിയുമ്പോൾ വൈജയന്തി അലീനയ്ക്ക് വീട്ടിൽ ചെയ്യേണ്ട ജോലികളെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക. അത്താഴം രാത്രി 8:30 മണിക്ക് മുമ്പേ റെഡിയാകണമെന്നും മുത്തശ്ശിക്ക് ചെറുപയറിട്ട് വെച്ച പൊടിയരി കഞ്ഞിയാണ് കൊടുക്കേണ്ടതെന്നുമൊക്കെ വൈജയന്തി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. രാവിലെ ചീഞ്ഞ മണമൊന്നും കിച്ചണിൽ നിന്ന് വരാൻ പാടില്ല. രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് സ്ലാബും അടുക്കളയുമെല്ലാം തുടച്ച് വൃത്തിയാക്കിയിരിക്കണം. ബാലചന്ദ്രൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായി വരുമെന്നും വിളമ്പി കൊടുത്തേക്കണമെന്നും ബാലചന്ദ്രനോട് കിന്നാരം പറഞ്ഞു നിൽക്കരുതെന്നുമൊക്കെ അലീനെ വൈജയന്തി ഉപദേശിക്കുന്നുണ്ടേ. താൻ ആരാണെന്ന് അറിയാത്തോണ്ടാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അലീന പറയുമ്പോൾ, നീ ആരാ നിന്നെ അറിയാൻ? നീ എന്നെ അറിഞ്ഞാൽ മതി, മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിന്നാ നിനക്ക് കൊള്ളാം എന്നും പറഞ്ഞു പോവാനായി തുടങ്ങിയ വൈജയന്തി അലീനയ്ക്ക് വീട്ടിലെ ഉപകരണങ്ങളായ മിക്സി, ഗ്രൈൻഡർ, വാഷിംഗ് മെഷീൻ, വാക്വം ക്ലീനർ എന്നിവയെല്ലാം ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാമോ എന്ന് ചോദിക്കുക. സ്നേഹനികേതനിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് അലീന വിനയത്തോടെ പറയുമ്പോൾ, നിന്റെ നശിച്ച ഓർഫനേജിൽ അതൊന്നും ഉണ്ടായിരുന്നോ എന്നല്ല ചോദിച്ചേ, നിനക്കത് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയാമോ എന്നാ. ഇല്ലെന്ന് അലീന പറയുമ്പോൾ, ഒറ്റ പ്രാവശ്യമേ കാണിച്ചു തരൂ, എല്ലാം നോക്കി പഠിച്ചോണം എന്നും പറഞ്ഞുകൊണ്ട് വൈജയന്തി അലീനയെ അത് കാണിക്കാനായി കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. പിന്നീട് നമ്മുടെ രേവതിക്കുട്ടിയെ കൊണ്ടുപോയ മാമച്ചൻ്റെയും ഗ്രേസ് അമ്മയുടെയും വീടാണ് കാണിക്കുന്നത്. മാമച്ചൻ അവിടെ ബാൽക്കണിയിൽ വന്ന് നിന്ന് ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി തൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു സിഗരറ്റ് എടുത്ത് വലിച്ച് പുകച്ചുകൊണ്ട് നിൽക്കുക. മാമച്ചനോട് പുക വലിക്കരുതെന്ന വാണിംഗ് ഡോക്ടർ ഒരുപാട് തവണ കൊടുത്തിട്ടുള്ളതാ. ആരെങ്കിലും വരുന്നുണ്ടോയെന്ന് ശ്രദ്ധിച്ചുകൊണ്ട് പുക വലിച്ചുകൊണ്ടിരിക്കുന്ന മാമച്ചനെ നമ്മുടെ രേവതിക്കുട്ടി ഒളിഞ്ഞു നിന്ന് നോക്കുന്നുണ്ട്. പിന്നീട് അവൾ ഗ്രേസമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് ഒരു സൂത്രം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ചുകൊണ്ട് വന്ന് മാമച്ചൻ പുക വലിച്ചുകൊണ്ട് നിൽക്കുന്നത് കാണിക്കുന്നുണ്ടേ. ഒരു പുക കവിൾ കൊണ്ട് തിരിഞ്ഞു നിന്ന മാമച്ചൻ കാണുന്നത് ദേഷ്യത്തോടെ മുഖം വീർപ്പിച്ച് തന്നെ നോക്കി നിൽക്കുന്ന ഗ്രേസമ്മയാണ്. കയ്യിലുള്ള സിഗരറ്റിന്റെ കുറ്റി എങ്ങനെയെങ്കിലും താഴേക്കിടുന്നുണ്ടെങ്കിലും കവിൾ കൊണ്ട പുക അപ്പാടെ പിടിച്ചുകൊണ്ട് മാമച്ചൻ ഒരേ നിൽപ്പാ. എന്താ മാമച്ച ഇത്, സിഗരറ്റും വലിച്ചുകൊണ്ട് നിൽക്കല്ലായിരുന്നോ, വലിക്കരുതെന്ന് എത്ര തവണ പറഞ്ഞിട്ടുള്ളതാ എന്നൊക്കെ ഗ്രേസമ്മ വഴക്കു പറയുമ്പോൾ മാമച്ചൻ വായ്ക്കകത്ത് പുകയും നിറച്ചോണ്ട് ഓരോ ആംഗ്യം കാണിക്കണ കണ്ട്, സിഗരറ്റ് ആരേലും വായിലോട്ട് കുത്തി നിറച്ച് തന്നതല്ലല്ലോ, വാ തുറന്ന് എന്തേലും പറ, നാക്കിറങ്ങിപ്പോയോ എന്ന് ഗ്രേസമ്മ വീണ്ടും ദേഷ്യപ്പെടുമ്പോൾ മാമച്ചൻ പിടിച്ചു വെച്ച പുക പുറത്തേക്ക് ഊതുക. തന്റെ മുഖത്തേക്ക് പുകയടിച്ച ഗ്രേസമ്മ ചുമച്ചോണ്ട് മാമച്ചനോട് ഡോക്ടർ കർശനമായി പറഞ്ഞതല്ലേ പുക വലിക്കരുതെന്ന് എന്ന് ഗ്രേസമ്മ വീണ്ടും വഴക്ക് പറയുമ്പോൾ, ഞാൻ നിർത്തി എന്ന് മാമച്ചൻ പറയുമ്പോൾ, ഇത് എത്രാമത്തെ തവണയായി നിർത്തുന്നെന്ന് ഗ്രേസമ്മയും ചോദിക്കുന്നുണ്ട്. സകല കള്ളത്തരും കയ്യിലുണ്ട്, എന്നിട്ട് ഡോക്ടറുടെ മുന്നിൽ ചെല്ലുമ്പോൾ വലിക്കോ? ഇല്ലേ ഇല്ല. കുടിക്കോ? അതുമില്ല. മധുരം കഴിക്കോ? അതുമില്ല. എന്തൊക്കെ നുണകളാ തട്ടി വിട്ടോണ്ടിരിക്കുക എന്ന് ഗ്രേസമ്മ ഒച്ച വയ്ക്കുമ്പോൾ, കഴിഞ്ഞു പോയതിനെക്കുറിച്ച് പറയാതെ വരാനുള്ളതിനെക്കുറിച്ച് പറയുന്ന മാമച്ചൻ പറയുമ്പോൾ, വരാനിരിക്കുന്നത് എന്താന്ന് ഡോക്ടർ പറഞ്ഞു തന്നിട്ടില്ലേ, ഹാർട്ട് അറ്റാക്ക്, ക്യാൻസർ, ശ്വാസം മുട്ട്, കിഡ്നി ഫെയിലർ, ഫാറ്റി ലിവർ. ഇത് കേട്ട് ഞാൻ നിർത്തി, എല്ലാം നിർത്തി എന്ന് മാമച്ചൻ പറയുമ്പോൾ വെറുതെ പറയുന്നതാ. കുഴിബോംബ് കുഴിച്ചിട്ടിരിക്കുന്ന പോലെയാ ഈ വീട്ടിൽ എല്ലായിടത്തും മിഠായും സിഗരറ്റും ബ്രാൻഡിയും എല്ലാം ഒളിപ്പിച്ചു വെച്ചേക്കുന്നേ എന്ന് രേവതിക്കുട്ടി പറയണ കേട്ട്, നീയാ എല്ലാത്തിനും കാരണം, നിന്റെ CID പണി ഞാൻ നിർത്തി തരാം, അഹങ്കാരി, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി, ചാരപ്പണി കൊണ്ട് ഇറങ്ങിക്കുക എന്ന് മാമച്ചൻ അവളെ വഴക്ക് പറയുമ്പോൾ, തോന്നിവാസം കാണിച്ചിട്ട് അവളെ വഴക്ക് പറയണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഗ്രേസമ്മ അവളെ വിളിച്ചോണ്ട് പോകുമ്പോൾ രേവതിക്കുട്ടി ഇടയ്ക്ക് പിന്തിരിഞ്ഞു നോക്കുന്നുണ്ട്. നിന്നെ ഞാൻ ശരിയാക്കി തരാമെന്ന് കൈ ചൂണ്ടിക്കൊണ്ട് മാമച്ചൻ ആംഗ്യം കാണിക്കുമ്പോൾ, നിങ്ങളെ ഞാനും ശരിയാക്കി തരാം എന്ന് കൈ ചൂണ്ടിക്കൊണ്ട് ആംഗ്യം കാണിച്ചുകൊണ്ട് മുഖം തിരിച്ചുകൊണ്ട് രേവതിക്കുട്ടിയും അവിടെ നിന്ന് പോവുക. പിന്നീട് വൈജയന്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി കൈ കഴുകി വരുമ്പോഴേക്കും അലീന അവിടെ കുട്ടികൾക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ച് ബോക്സ് ഒക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുക. അമ്മയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തോ എന്ന് വൈജയന്തി ചോദിക്കുമ്പോൾ, ഇല്ല എന്ന അലീനയുടെ മറുപടി കേട്ട്, നിനക്ക് തോന്നുമ്പോൾ കൊടുത്താൽ മതിയോ എന്ന് വൈജയന്തി ഒച്ച വെക്കുന്നുണ്ട്. മതി എന്നുള്ള അലീനയുടെ മറുപടി കേട്ട് തർക്കുത്തരം പറയുന്നോടി എന്ന് വൈജയന്തി വീണ്ടും ഒച്ച വയ്ക്കുമ്പോൾ, ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കൊണ്ട് അങ്ങോട്ട് ചെന്നാൽ മുത്തശ്ശി ഓടിക്കും, എപ്പോൾ കൊടുക്കണം, എങ്ങനെ കൊടുക്കണമെന്നൊക്കെ തനിക്കറിയാമെന്ന് അലീനയും പറയാ. അധിക പ്രസംഗം വേണ്ടാന്ന് വൈജയന്തി പറയുമ്പോൾ, പ്രസംഗം പോലുമില്ല, പിന്നെയല്ലേ അധിക പ്രസംഗം. ഇത് കേട്ട് മര്യാദയ്ക്ക് നിന്നാ നിനക്ക് കൊള്ളാമെന്ന് വൈജയന്തി പറയുമ്പോൾ, ഞാൻ എന്നാ മര്യാദകേടാ കാണിച്ചെന്ന് അലീന ചോദിക്കുക. ഉത്തരം മുട്ടിയ വൈജയന്തിയാണേൽ ഒന്നുമില്ല എന്ന് പറഞ്ഞു നിൽക്കുമ്പോഴേക്കും അലീന ചെന്ന് കൃഷ്ണമോളെ വിളിക്കുന്നുണ്ട്. സ്കൂളിലേക്ക് പോവാൻ റെഡിയായി വരുന്ന കൃഷ്ണമോൾക്ക് അവൾ ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും എടുത്തു കൊടുത്ത് വെള്ളം മുഴുവനായി കുടിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. കൃഷ്ണ അമ്മയോട് യാത്ര പറഞ്ഞു പോകുമ്പോഴേക്കും ബബിതയും ലഞ്ച് ബോക്സ് എടുക്കാനായി അങ്ങോട്ട് വരുന്നുണ്ട്. ലഞ്ച് ബോക്സും പൊക്കി നോക്കിക്കൊണ്ട്, എന്തുവാടി ഇതിനകത്ത് കുത്തി നിറച്ചേക്കുന്നേ
എന്ന് ബബിതയുടെ ചോദ്യം കേട്ട് ചോറാണെന്ന് അലീന മറുപടി കൊടുക്കുന്നുണ്ട്. പിന്നെന്തൊക്കെയാ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ മോരുകറിയും തോരനും ഫിഷ് ഫ്രൈയും മുട്ട പൊരിച്ചതുമുണ്ടെന്ന് അലീന പറയണ കേട്ട് എന്നാ കൊണ്ടുപോയേക്കാം എന്നും പറഞ്ഞുകൊണ്ട് വാട്ടർ ബോട്ടിലും എടുക്കാതെ ബബിത പോകുമ്പോൾ അലീന പുറകെ ചെന്ന് വാട്ടർ ബോട്ടിൽ കൊടുക്കുന്നുണ്ടെങ്കിലും അവൾ അത് വാങ്ങാൻ കൂട്ടാക്കുന്നില്ല. വെള്ളം കുടിക്കണം, എന്നാലേ ഡൈജഷൻ കറക്റ്റ് ആവൂ എന്ന് അലീന പറയണ കേട്ട് നീ എന്നെ പഠിപ്പിക്കല്ലേ എന്ന് ബബിത ഒച്ച വെക്കുമ്പോഴേക്കും വൈജയന്തി വന്ന് വലിയ നിഷേധമൊന്നും വേണ്ട, വെള്ളം വാങ്ങിക്കൊണ്ട് പൊക്കോ എന്ന് പറയണ കേട്ട് ബബിത വെള്ളവും വാങ്ങി ചാടിത്തുള്ളി പോവുക. അവർ പോയി കഴിയുമ്പോഴേക്കും അലീന വൈജയന്തിക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു കൊടുക്കുന്നുണ്ട്. വൈജയന്തി പറഞ്ഞതുപോലെ ഇഡ്ഡലിയും സാമ്പാറും ചട്നിയുമായിരുന്നു അലീന ബ്രേക്ക്ഫാസ്റ്റായി ഉണ്ടാക്കിയത്. അവൾ വൈജയന്തിക്ക് ഗ്ലാസ്സിൽ വെള്ളമൊഴിക്കുമ്പോഴേക്കും പോവാൻ റെഡിയായി വരുന്ന ബാലചന്ദ്രൻ അതെടുത്തു കുടിച്ചുകൊണ്ട് ഇതിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ മല്ലിയിട്ട് തിളപ്പിച്ചതാണെന്ന് അലീന മറുപടി കൊടുക്കുന്നുണ്ട്. ലേറ്റ് ആയെന്നും പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ബാലചന്ദ്രൻ അവിടെ നിന്ന് പോകുമ്പോഴേക്കും അലീന വൈജയന്തിക്കുള്ള ചായ എടുക്കാനായി അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. അവൾ ഉണ്ടാക്കിയ ഇഡ്ഡലിയും ചട്നിയും സാമ്പാറും എല്ലാം വൈജയന്തി ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും അലീന ചായയുമായി വരുന്നുണ്ട്. സാമ്പാറിനും ചമ്മന്തിക്കും കുറ്റം എന്തേലും പറയാനുണ്ടോയെന്ന് അലീന ചോദിക്കുമ്പോൾ ഞാൻ എന്താടി കുറ്റം പറച്ചിൽ കാര്യമാണോന്ന് വൈജയന്തി ദേഷ്യപ്പെടുന്നുണ്ട്. ഞാൻ ഉണ്ടാക്കിയ എന്തേലും കുഴപ്പം കാണും, അതെന്താണെന്നറിഞ്ഞാൽ അടുത്ത പ്രാവശ്യം റെഡിയാക്കി ഉണ്ടാക്കാമെന്ന് അലീന പറയുമ്പോൾ നീ കൂടുതലൊന്നും ഉണ്ടാക്കണ്ട, ഇത്രയും മതി എന്ന് പറഞ്ഞുകൊണ്ട് ആസ്വദിച്ചു കഴിക്കണ വൈജയന്തിയെ നോക്കി അലീനയ്ക്കും സന്തോഷമാവുന്നുണ്ട്. താൻ ഉണ്ടാക്കിയ ഭക്ഷണം അമ്മ ആസ്വദിച്ച് കഴിക്കണ കണ്ട് സ്നേഹത്തോടെ അവൾ അമ്മയെ നോക്കി നിൽക്കുമ്പോൾ അത് കാണുന്ന വൈജയന്തി എന്തോ നാടി നോക്കി നിൽക്കുന്നേ, വേണമെങ്കിൽ എടുത്തു പോയി കഴിച്ചൂടെ, എൻ്റെ വയറ് കേടാക്കണോ എന്ന് ഒച്ചയെടുത്ത് ചോദിക്കുമ്പോൾ എനിക്ക് കൊതിയൊന്നും കൂടില്ല, ഞാനല്ലേ ഇതെല്ലാം ഉണ്ടാക്കിയതെന്ന് അലീന ചോദിക്കുക. താൻ ഉണ്ടാക്കിയ ചായയും അമ്മ ആസ്വദിച്ച് കുടിക്കണ കണ്ട് ചായ നല്ലതാണോന്ന് അലീന ചോദിക്കും. നല്ലതാണെന്ന് വൈജയന്തി ഒന്ന് മൂളുക മാത്രം ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും കോളേജിലേക്ക് പോവാൻ ലേറ്റായി എത്തുന്ന രാഹുലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ പോവാൻ തുടങ്ങുമ്പോൾ നല്ലതാണെന്ന് വൈജയന്തി പറയണ കേട്ട് അമ്മ കുടിച്ചതിന്റെ ബാക്കി ചായ എടുത്ത് രോഹിത്തും കുടിക്കുന്നുണ്ട്. സൂപ്പർ ചായയാണെന്ന് രോഹിത് പറയുമ്പോൾ ഡാ വൃത്തികെട്ടവനെ, ഞാൻ കുടിച്ച ചായയാണെന്ന് വൈജയന്തി പറയണ കേട്ട് അതിനെന്താ, തള്ള ചവിട്ടിയ പിള്ളയ്ക്ക് കേടില്ലെന്നാ പറയും എന്നും പറഞ്ഞുകൊണ്ട് അവൻ കോളേജിലേക്കായി പോവുക. ഇതെല്ലാം നോക്കി ആസ്വദിച്ചുകൊണ്ട് നിൽക്കുന്ന അലീനയോട് വൈജയന്തി അമ്മയ്ക്കുള്ള ഫുഡ് കൊടുക്കാൻ പറയുന്നുണ്ട്. അവൾ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് എല്ലാം നല്ല രുചിയാണല്ലോ, നീ ഉണ്ടാക്കിയതാണോന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അതെ, മുത്തശ്ശിയുടെ മോളും പറഞ്ഞു നല്ലതാണെന്ന് എന്നവൾ സന്തോഷത്തോടെ പറയണ കേട്ട് അവൾക്കും ഇഷ്ടപ്പെട്ടോ. അവൾക്കും ഇഷ്ടാവണമെങ്കിലേ വലിയ പാടാണെന്ന് മുത്തശ്ശി പറയാ. താൻ ചായ ഇട്ട് കൊടുത്തൊന്നും നല്ലതാണെന്ന് ചോദിച്ചപ്പോൾ മൂളിയെന്നും അലീന പറയുന്നുണ്ട്. വഴക്കു പറയുമെന്നാ താൻ ഓർത്തതെന്ന് അലീന പറയുമ്പോൾ നല്ലതാണെങ്കിൽ അവൾക്ക് ആരോടും ദേഷ്യമില്ലെന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും ബാങ്കിലേക്ക് പോവാൻ റെഡിയായി വൈജയന്തി അങ്ങോട്ട് വരുന്നുണ്ട്. താൻ പോയി കഴിഞ്ഞാൽ ഗേറ്റും വാതിലുമെല്ലാം അടയ്ക്കണമെന്നും ആര് വന്നാലും തുറക്കരുതെന്നും ഉച്ചയ്ക്ക് ബാലചന്ദ്രൻ വരുമ്പോൾ ചോറ് വിളമ്പി കൊടുക്കണമെന്നും അലീനയ്ക്കുള്ള നിർദ്ദേശം കൊടുത്തിട്ട് അമ്മയോട് യാത്ര പറഞ്ഞ് വൈജയന്തി പോകുന്നുണ്ട്. മുത്തശ്ശി അപ്പോഴേക്കും അലീനയുടെ കയ്യിൽ നിന്ന് പ്ലേറ്റ് വാങ്ങിച്ചുകൊണ്ട് താൻ തനിയെ കഴിച്ചോളാം, പോയി ഗേറ്റ് അടയ്ക്ക് എന്നും പറഞ്ഞ് അലീനയെ ഗേറ്റ് അടയ്ക്കാനായി പറഞ്ഞു വിടുക. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മാമച്ചൻ ഒരു ഗ്ലാസ്സിൽ വെള്ളമൊക്കെയായി ബെഡ്റൂമിലേക്ക് വരുന്നതാണ്. അലമാര തുറന്ന് ഒരു കട്ടിയുള്ള പുസ്തകമെടുത്ത് അതിനുള്ളിൽ കുപ്പി ഒളിപ്പിക്കാൻ പാകത്തിൽ ഒരു ഹോളുണ്ടാക്കി അതിൽ വെച്ചിരിക്കുന്ന ബ്രാൻഡി കുപ്പി എടുത്ത് ഗ്ലാസ്സിലേക്ക് എടുത്ത് കുടിക്കുന്നുണ്ട്. ബ്രാൻഡിയും കുടിച്ച് തിരിഞ്ഞ മാമച്ചൻ കാണുന്നത് തന്നെ നോക്കി താടിക്ക് കൈയും കൊടുത്തു നിൽക്കുന്ന രേവതിക്കുട്ടിയെയാണ്. അവൾ എന്താ അവിടെ എന്ന് മാമച്ചൻ ചോദിക്കുമ്പോൾ താൻ മുഷിഞ്ഞ ഡ്രസ്സ് എടുക്കാൻ വന്നതാണെന്ന് രേവതിക്കുട്ടി പറയുമ്പോൾ ഡ്രസ്സ് എടുക്കാൻ വന്നാൽ ഇങ്ങനെ പതുങ്ങി നിൽക്കുകയാണ് വേണ്ടത്, ഒരു മൂളിപ്പാട്ടൊക്കെ പാടി നിൽക്കണ്ടേന്ന് മാമച്ചൻ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ മിണ്ടാതെ നിന്നോണ്ടിപ്പോൾ എന്നാ പറ്റി, സാർ ഏതാണ്ട് കളറുള്ള ഒരു വെള്ളം ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കുടിക്കുന്ന കണ്ടല്ലോ എന്നവൾ സംശയത്തോടെ ചോദിക്കുമ്പോൾ അത് ടോണിക്കാണെന്ന് മാമച്ചൻ മറുപടി പറയുന്നുണ്ട്. ടോണിക്കുള്ളത് ടോണി കുടിച്ചാൽ പോരെ, സാർ എന്തിനാ കുടിക്കുന്നതെന്ന് രേവതിക്കുട്ടി ചോദിക്കുമ്പോൾ നിന്റെ തമാശ കേട്ട് ഞാൻ ചിരിച്ചു എന്നും പറഞ്ഞുകൊണ്ട് മാമച്ചൻ അവിടെ നിന്ന് ഹ ഹ ഹ എന്ന് പറയാ. മരുന്ന് എന്തിനാ സാറേ ഒളിച്ചു വെക്കുന്നേ, മരുന്നിന്റെ ബോക്സ് വേറെ ഇല്ലെന്ന് രേവതിക്കുട്ടി ചോദിക്കുമ്പോൾ നീ ഇവിടുത്തെ സെർവൻ്റ് ആണെന്നുള്ള കാര്യം പലപ്പോഴും മറന്നു പോകുന്നു എന്ന് മാമച്ചനും പറയാ. ആ കുടിച്ച സാധനം ഒന്ന് കാണിക്കുമെന്ന് രേവതിക്കുട്ടി ചോദിക്കുമ്പോൾ കടക്ക് പുറത്തുനിന്ന് മാമച്ചൻ ഒച്ചവെക്കണ കേട്ട് എനിക്ക് മനസ്സിലായി, കള്ള് ബ്രാൻഡി അതല്ലേ, കള്ളൻ ബ്രാൻഡി കട്ട് കുടിക്കുന്നു, ഞാൻ ഇത് പറഞ്ഞു കൊടുക്കും എന്നവൾ ഭീഷണിപ്പെടുത്തുമ്പോൾ ഗ്രേസമ്മയോട് നീ ഇത് പറഞ്ഞാൽ ഇനി ഇന്നു തന്നെ ഈ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും, ഞാൻ അപ്പം തന്നെ തിരിച്ച് ജോയിൻ ചെയ്യും എന്നൊരു കൂസലുമില്ലാതെ രേവതിക്കുട്ടി പറയണ കേട്ട് നിന്റെ ശമ്പളം ഞാൻ കട്ട് ചെയ്യുമെന്ന് മാമച്ചൻ വീണ്ടും ഭീഷണിപ്പെടുത്താം. ചെയ്തോ, എന്നാലും ഞാൻ പറഞ്ഞു കൊടുക്കും എന്ന് പേടിയില്ലാതെ രേവതിക്കുട്ടി പറയണ കേട്ട്
വെറുതെ ഉള്ള ജോലി കളയണ്ട എന്ന് മാമച്ചൻ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും ഒരു കൂസലുമില്ലാതെ അവൾ അവിടെ നിന്ന് പോവുക. പിന്നീട് മാമച്ചന് ഗ്രേസമ്മ ചോറ് വിളിപ്പോയി കൊടുത്തോണ്ടിരിക്കുമ്പോൾ അരികെ നിൽക്കണ രേവതിക്കുട്ടിയെ മാമച്ചൻ കണ്ണു കാണിച്ച് പേടിപ്പിക്കുന്നുണ്ട്. ഇത് കണ്ടൊന്നും പേടിയില്ലാതെ രേവതിക്കുട്ടി, ഇന്നൊരു സംഭവം ഉണ്ടായേ, ഞാനൊരു വലിയ കള്ളം കണ്ടുപിടിച്ചു എന്ന് പറയണ കേട്ട് എന്ത് സംഭവം, ആരുടെ എന്ന് ഗ്രേസിയമ്മ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട് മീശ പിരിച്ചോണ്ട് മിണ്ടരുതെന്ന് ആംഗ്യം കാണിച്ചോണ്ട് മാമച്ചൻ വീണ്ടും അവളെ ഭീഷണിപ്പെടുത്തുന്നുണ്ടെങ്കിലും എന്താ കാര്യം തെളിച്ചു പറ എന്ന് ഗ്രേസമ്മ അവളോട് പറയണ കേട്ട് ഇവിടെ ഒരാൾ ബ്രാൻഡി കുടിക്കണത് കണ്ടുപിടിച്ചെന്ന് രേവതിക്കുട്ടി പറയുക. അതാരാന്ന് ഗ്രേസമ്മ ചോദിക്കുമ്പോൾ ജോസൂട്ടി എന്ന് മാമച്ചായൻ ചാടിക്കയറി പറയുന്നുണ്ടെങ്കിലും അതൊന്നുമല്ല, ഈ പറയുന്ന ആളാന്ന് രേവതിക്കുട്ടി പറയണ കേട്ട് ഗ്രേസമ്മ ദേഷ്യത്തോടെ മാമച്ചായ എന്ന് വിളിക്കണ കേട്ട് ഞാൻ മരുന്നാ കുടിച്ചതെന്ന് മാമച്ചായൻ ഉരുണ്ടു കളിക്കുന്നുണ്ട്. ഇവൾ തെറ്റിദ്ധരിച്ചതാണെന്ന് മാമച്ചായൻ പറയുമ്പോൾ മരുന്നെന്തിനാ ഒളിച്ചു വെച്ച് കുടിക്കുന്നതെന്ന് രേവതിക്കുട്ടിയും ചോദിക്കുക. പാത്തും പതുങ്ങിയും വന്ന് ഒരിടത്തുനിന്ന് ഒരു ചെറിയ കുപ്പിയെടുത്ത് 1/2 ഗ്ലാസ് വെള്ളത്തിലോട്ടൊഴിച്ച് ഒറ്റക്കുടി എന്ന് രേവതിക്കുട്ടി പറയണ കേട്ട് മാമച്ചായൻ പിന്നെ തുടങ്ങിയല്ലേന്ന് ഗ്രേസ. ഇവൾ ഇനിവിടെ ജോലിക്ക് വേണ്ട, ഡിറ്റക്റ്റീവിനെ അല്ല ജോലിക്ക് വേണ്ടത്, യജമാന ഭക്തിയും വിനയവുമുള്ള സെർവന്റിനെയാണ് എന്ന് മാമച്ചൻ ഒച്ച വയ്ക്കുമ്പോൾ എന്നാ ഞാൻ വേറൊരു കള്ളത്തരം കൂടി പൊളിക്കുമെന്ന് അലീന പറയുന്നുണ്ട്. നിന്നെ ഞാൻ പിരിച്ചുവിട്ടിരിക്കുന്നു, ഇനി നീ പറയുന്ന ഒരു കാര്യത്തിനും ഇവിടെ വിലയില്ല എന്ന് മാമച്ചൻ അവളോടായി പറയുമ്പോൾ മാമച്ചായൻ വില കൊടുക്കേണ്ട, ഞാൻ കൊടുത്തോളാം, നീ പറ കൊച്ചേ. കിച്ചണിലും ഡൈനിങ് റൂമിലും ആരുമില്ലാത്ത നേരം നോക്കി വന്ന് അവലസുണ്ട കട്ടു തിന്നും. ഇത് കേട്ട് പച്ചക്കള്ളം, ഇവളെ നീ ഊണിലും ഉറക്കത്തിലും വിശ്വസിക്കരുത് എന്ന് മാമച്ചായൻ പറയുമ്പോൾ ഞാൻ കണ്ട കാര്യമാ പറഞ്ഞെന്ന് രേവതിക്കുട്ടിയും പറയാ. വെറുതെ അല്ല മരുന്ന് കഴിച്ചിട്ടും ഷുഗർ ലെവൽ താഴാത്തത്, കട്ടുതീറ്റയും കള്ളുകുടി, ഇനി വേറെന്തൊക്കെയാ എന്ന് ഗ്രേസമ്മ ഒച്ച വെക്കുമ്പോൾ നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി എന്നും പറഞ്ഞുകൊണ്ട് അവളെ അടിക്കാനായി എണിക്കുമ്പോഴേക്കും അവൾ ഓടി ഗ്രേസമ്മയുടെ പിറകിൽ ചെന്ന് ഒളിക്കുന്നുണ്ടേ. എൻ്റെ മാമച്ചായ ഒരുമാതിരി വികൃതി കുട്ടികളുടെ കട്ടായം കാണിക്കല്ലേ, മാമച്ചൻ്റെ ആരോഗ്യത്തിന് വേണ്ടി തന്നെയല്ലേ പറയുന്നേ എന്ന് ഗ്രേസമ്മ പറയുമ്പോഴേക്കും ഗ്രേസമ്മയുടെ പുറകിൽ നിന്ന് ഒളിഞ്ഞു നോക്കുന്ന രേവതിക്കുട്ടിയെ മാമച്ചൻ വീണ്ടും അടിക്കാനായി എണീക്കുക. ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ ഇവള് രണ്ടും കൂടി ഒരുമിച്ച് ഈ വീട്ടിൽ പോകത്തില്ല എന്ന് മാമച്ചായൻ ഒച്ച വയ്ക്കുമ്പോൾ നിങ്ങൾ ഒന്നിച്ചു പോണ്ട അല്ല പിന്നെ എന്ന് ഗ്രേസമ്മ വഴക്ക് പറയുമ്പോൾ മാമച്ചായൻ ദേഷ്യത്തോടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നീട് ബാലചന്ദ്രൻ ഊണു കഴിക്കാനായി വീട്ടിലേക്ക് വരുമ്പോൾ വാതിൽ തുറന്നു കൊടുക്കുന്ന അലീനയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.